ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ 30 ഡേ ചാലഞ്ചിൻ്റെ ഡേ 5 ആണ്. ഇന്ന് നമ്മൾ എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ന്യൂസ് ലെറ്റർ ഏജൻറ്റ് ഓട്ടോമേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂസ് ലെറ്റർ ഏജൻറ്റ് വർക്ക് ഫ്ലോ. ഇതിൽ നമ്മൾ ബേസിക്കായിട്ട് ഒരു ക്വയറി കൊടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ ടോപ്പിക് എന്താണെന്നുള്ളത്. എന്നിട്ട് അതിനനുസരിച്ച് ഈ ഒരു ടാബ്ലിനോട് റീസേർച്ച് ചെയ്തിട്ട് അത് 2 ഫിൽറ്ററിങ് കഴിഞ്ഞിട്ട്, അതായത് നമ്മുടെ ഒരു പ്ലാനിങ് ഏജൻറ്റ് ഉണ്ട്, ഒരു സെക്ഷൻ റൈറ്റർ ഏജൻറ്റ് ഉണ്ട്, അതേപോലെ തന്നെ എഡിറ്റർ ഏജൻറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 2 ഫിൽറ്ററിങ് കഴിഞ്ഞിട്ട് അത് അഗ്രഗേറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ടൊരു ഫോമാറ്റിൽ ഔട്ട്പുട്ട് ചെയ്തിട്ട് നമുക്കൊരു മെയിലായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഈ ഒരു റീസേർച്ചിന് AI ഓട്ടോമേഷൻ ഇൻ ഹെൽത്ത് കെയർ എന്ന ടോപ്പിക്കിൽ ഞാനിവിടെ ഒരു റീസേർച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വർക്ക് ഫ്ലോ റൺ ചെയ്യാൻ അത്യാവശ്യം ടൈം എടുക്കും, അതുകൊണ്ട് ഞാനിവിടെ എല്ലാ ഡാറ്റയും പിന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് ഫ്ലോ റൺ ചെയ്തപ്പോൾ എനിക്ക് വന്ന മെയിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ ഫ്രണ്ട് AI ആക്സസ് ഗവർണൻസ് ആൻഡ് പേഷ്യൻറ്റ് കോംപ്ലക്സിറ്റി. അപ്പോൾ ഈ ഒരു വീക്കിലെ AI ഇൻ ഹെൽത്ത് കെയർ എന്ന ടോപ്പിക്കിൽ വന്ന ഒരു സമ്മറൈസ്ഡ് ഡാറ്റയാണിത്. ഇത് ശരിക്കത്തെ ഡാറ്റയാണ്. ഇത് AI ജസ്റ്റ് അവരുടെ LLM വെച്ച് പ്രൊഡ്യൂസ് ചെയ്തതല്ല. ഇത് നമ്മളിവിടെ പ്രോപ്പറായിട്ട് റീസേർച്ച് ചെയ്തിട്ട്, വെബ് വെച്ച് റീസേർച്ച് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് ഫോമാറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഡാറ്റ വരുന്നത്. അപ്പോൾ ഇത് ഒരു റിലയബിൾ ഡാറ്റയാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ കറക്റ്റായിട്ട് നോക്കിയാൽ അറിയാം സോഴ്സുകൾ അവൈലബിൾ ആണ്. അതായത് ഏതെല്ലാം ആർട്ടിക്കിൾസാണ് നമ്മൾ റെഫർ ചെയ്തിട്ടുള്ളതെന്നുള്ളതും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് ലെറ്റർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിലിലേക്ക് ഡെയിലി ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വീക്കിലി ഒരു സമ്മറൈസ്ഡ് റിപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ മന്ത്ലി ഒരു റിപ്പോർട്ടായിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു പുതിയ നോഡ് അവൈലബിൾ ആണ്, അതായത് ഒരു പുതിയ ടൂൾ നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്. അതാണ് ടാബ്ലി. ഈ ടാബ്ലി നോഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെബ് റീസേർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ NI10 പൊതുവെ യൂസ് ചെയ്യുന്ന ടൂളാണ് ടാബ്ലി. ടാബ്ലി പോലെ തന്നെ നമ്മൾ പെർപ്ലക്സിറ്റിയും ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ടാബ്ലി കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റ തരും, കുറച്ചും കൂടി റിലയബിൾ ആയിട്ടുള്ള. പെർപ്ലക്സിറ്റി എന്ന് വെച്ചാൽ ഒരു LLM കൂടി ആയതുകൊണ്ട് അവർ മൊത്തത്തിലൊന്ന് സമ്മറൈസ്ഡ് ആയിട്ടാണ് തരുന്നത്. അപ്പോൾ രണ്ടിനും രണ്ടിനായിട്ടുള്ള പ്രോസും കോൺസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ടാബ്ലിയാണ്. പെർപ്ലക്സിറ്റി യൂസ് ചെയ്താലും ഏകദേശം സിമിലർ റിസൾട്ട്സ് ആയിരിക്കും, പക്ഷേ സ്പെസിഫിക് യൂസ് കേസിന് നമുക്ക് ചിലപ്പോൾ ടാബ്ലി തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മുടെ ടാബ്ലി നോഡ് നമ്മൾ ജസ്റ്റ് ഇവിടെ സെർച്ചിൽ പോയിട്ട് ടാബ്ലി എന്ന് സെർച്ച് ചെയ്താൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ NET-നാണെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണ്. അതൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ APIക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ടാബ്ലി പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ജസ്റ്റ് സൈൻ ഇൻ ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ ഒരു ഫ്രീ APIക്ക് അവൈലബിൾ ആണ്. അതായത് ഇത് യൂഷ്വലി പെയ്ഡ് ആണ്, പക്ഷേ നമുക്ക് പെർ മന്ത് 1000 ക്രെഡിറ്റ്സ് വരെ അവൈലബിൾ ആണ്. ഈ 1000 ക്രെഡിറ്റ്സ് എന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. കാരണം ഒരു സെർച്ച് ക്വയറിക്ക് 1 ക്രെഡിറ്റ് 2 ക്രെഡിറ്റ് ഒക്കെയാണ് പൊതുവേ എടുക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു 1000 ക്രെഡിറ്റ് വെച്ചിട്ട് നമുക്ക് ഒരു മാസം അത്യാവശ്യം രീതിയിൽ ഉപയോഗിക്കാം. ഇത് പെർ മന്ത് 1000 ക്രെഡിറ്റ്സ് അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ടാബ്ലി ഏജൻറ്റ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ ഒരു ടാബ്ലി ഏജൻറ്റിൽ നമ്മുടെ ക്വയറി സെറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് AI ഓട്ടോമേഷൻ ഇൻ ഹെൽത്ത് കെയർ. ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും കൊടുക്കാം. AI ഓട്ടോമേഷൻ അല്ലെങ്കിൽ NI10 ഓട്ടോമേഷൻ, നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു കസ്റ്റം ഓപ്ഷൻസ് 3 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് നമ്മുടെ ടോപ്പിക്ക്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആ സെർച്ച് ക്വയറീസിൽ അവർ ജസ്റ്റ് ന്യൂസ് സെർച്ച് ചെയ്താൽ മതിയോ അതോ ജനറലായിട്ട് സെർച്ച് ചെയ്യണോ? ഇത് ഡിഫോൾട്ടായിട്ട് ജനറൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ന്യൂസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ന്യൂസ് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മാക്സിമം എത്ര റിസൾട്ട്സ് ഔട്ട്പുട്ട് തരണം, അതുപോലെ തന്നെ എത്ര ടൈം റേഞ്ച്, അതായത് കഴിഞ്ഞ ആഴ്ചയിലെ റിസൾട്ട്സ് മാത്രം മതിയോ അതോ കഴിഞ്ഞ മാസത്തിലെ മതിയോ അതോ മൊത്തം വർഷം വേണോ, അതെന്ത് വേണമെങ്കിലും നമുക്കിവിടെ കസ്റ്റമായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു നോഡ് റൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ മെൻഷൻ ചെയ്ത പോലെ തന്നെ 3 ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലാസ്റ്റ് വീക്കത്തെ റെലവൻറ്റ് ന്യൂസ് ആർട്ടിക്കിൾസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ URL, ടൈറ്റിൽ, പബ്ലിഷ് ഡേറ്റ്, കോണ്ടന്റ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇത് പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നത് ഒരു പ്ലാനിങ് ഏജൻറ്റിലേക്കാണ്.
ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാനിംഗ് ഏജൻറ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു പ്ലാനിംഗ് ഏജൻറ്റിലേക്ക് ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ടാബ്ലയിലെ ഔട്ട്പുട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഔട്ട്പുട്ട് വലിയ ഒരു അറേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് അതൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ജാവാസ്ക്രിപ്റ്റ് കോഡാണ്. പക്ഷേ അത് ഞാൻ ഈ ഒരു വർക്ക് ഫ്ലോ താഴെ ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതേ വർക്ക് ഫ്ലോ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് ഒറ്റയ്ക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഈ ഒരു സിസ്റ്റം മെസ്സേജിൽ നമ്മൾ എന്താ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ യു ആർ എൻ എക്സ്പേർട്ട് ന്യൂസ് ലെറ്റർ പ്ലാനർ. അപ്പോൾ ഈ ഒരു ഏജൻറ്റിൻ്റെ ആകെ ഫങ്ഷനാലിറ്റി നമ്മുടെ ആ ഒരു നെക്സ്റ്റ് ന്യൂസ് ലെറ്ററിൽ എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ കഴിഞ്ഞ പാസ്റ്റ് ആർട്ടിക്കിൾസ് വെച്ചിട്ട് നമ്മളത് റീപർപ്പസ് ചെയ്തിട്ട് നമ്മളുടേതായിട്ടുള്ള ഒരു രീതിയിൽ ന്യൂസ് ലെറ്റർ ക്രിയേറ്റ് ചെയ്യുകയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈറ്റിലും അതിൻ്റെ മെയിൻ ടോപ്പിക്സും എന്തായിരിക്കണം എന്നുള്ളത് ഈ ഒരു ഏജൻറ്റ് പ്ലാൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ 3 ടോപ്പിക്സ് അവൈലബിൾ ആയിട്ട് കിട്ടി. അതായത് കോൺവെർസേഷണൽ AI ഫോർ ആക്സസ്, വെൻഡർ പേസ് ഫോർ ഗവർണൻസ്, ക്യാപ്ചറിങ് പേഷ്യൻ്റ് കോംപ്ലക്സിറ്റി. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ആ ഒരു 3 ടോപ്പിക്സ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനാണ് നമ്മൾ ഈ ഒരു സ്പ്ലിറ്റ് നോഡ്. ഇത് നമ്മൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ കണ്ട പോലെ തന്നെ ഡാറ്റ മോഡിഫയേഴ്സ് നോഡിൽ പെട്ട ഒരു ടൈപ്പ് നോഡാണ്. അതായത് നമ്മുടെ ഒരു ഡാറ്റ എങ്ങനെ ഫ്ലോ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്പ്ലിറ്റ് നോഡ് നമ്മുടെ ഈ ഒരു ഒറ്റ ഔട്ട്പുട്ട് ഐറ്റം 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ നോക്കിയാൽ കാണാം ആ ഒരു ഔട്ട്പുട്ട് ടോപ്പിക്സ് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് എല്ലാ ഡാറ്റയും ഒറ്റയടിക്ക് സെൻഡ് ചെയ്താൽ ചിലപ്പോൾ അത് പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട്സിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഡാറ്റ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സ്പ്ലിറ്റ് നോഡിന് ശേഷം വരുന്ന നോഡാണ് അടുത്ത ഒരു ടാബ്ലി നോഡ്. ഈ ടാബ്ലി നോഡും നമ്മുടെ ആദ്യത്തെ ടാബ്ലി നോഡും സെയിം തന്നെയാണ്. ഈ ഒരു ടാബ്ലി സെർച്ച് നോഡാണ്. പക്ഷേ ഈ ഒരു നോഡിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ക്വയറി ഒരു എക്സ്പ്രഷനാണ്. അതായത് നമ്മുടെ ആ ഒരു സ്പ്ലിറ്റ് നോഡിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ടോപ്പിക്സ് ഉണ്ടല്ലോ, അത് നമ്മളിവിടെ മാപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു ടൈം റേഞ്ച് ലാസ്റ്റ് മന്ത് എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മളിവിടെ ബേസിക്കായിട്ട് കഴിഞ്ഞ ആഴ്ച എന്താ സംഭവിച്ചതെന്നുള്ളതാണ് റീസെർച്ച് ചെയ്തത്. ഇനി അത് ഒന്നും കൂടെ ഡെപ്തിൽ റീസെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ടോപ്പിക്ക് നമ്മൾ കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്തല്ലോ, അതിനെ പറ്റി ഒന്നും കൂടി ഡീപ്പായിട്ട് റീസെർച്ച് ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു റീസെർച്ച് ഒന്നും കൂടെ അതിൻ്റെ ആ ഒരു ആർട്ടിക്കിളിലെ ഫുൾ കോണ്ടൻറ്റ് ഇവിടെ അവൈലബിൾ ആവാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഫുൾ കോണ്ടൻറ്റ് അവൈലബിൾ ആവുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിവിടെ ഓപ്ഷൻസിൽ പോയിട്ട് ഇൻക്ലൂഡ് റോ കോണ്ടൻറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് ഓൺ ആക്കിയാൽ നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിലെ ഫുൾ കോണ്ടൻസും അതുപോലെ വരും. നമ്മുടെ ആ ഒരു കഴിഞ്ഞ ടാബ്ലി നോഡിൽ ഫുൾ കോണ്ടൻറ്റ് വന്നില്ല. ഇതൊരു സമ്മറൈസേഷനാണ്. ടാബ്ലി അവരുടേതായിട്ടുള്ള രീതിയിൽ സമ്മറൈസ്ഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഔട്ട്പുട്ടാണിത്. അപ്പോൾ ഇവിടെ അതല്ല, ഇവിടെ നമ്മൾ ഒന്നും കൂടെ റോ ആയിട്ട് ഫുൾ കോണ്ടൻറ്റും കോണ്ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ന്യൂസ് ലെറ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഡെപ്തിൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു കോണ്ടൻറ്റിൻ്റെ സ്ട്രെങ്ത്ത് കൂടും. അപ്പോൾ ഇവിടുത്തെ റീസെർച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സെക്ഷൻ റൈറ്റർ ഏജൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഏജൻറ്റിൻ്റെ ഫങ്ഷനാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഡീപ്പ് റീസെർച്ചിന് ശേഷം നമുക്ക് 3 ഔട്ട്പുട്ട്സ് അവൈലബിൾ ആണല്ലോ. അതായത് നമ്മുടെ ഓരോ സബ് ടോപ്പിക്കും നമ്മൾ ഡീപ്പായിട്ട് റീസെർച്ച് ചെയ്തിട്ട് അതിൻ്റെ 3 വലിയ ഐറ്റംസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഐറ്റംസ് നമുക്ക് ഓരോന്നും ഓരോ സെക്ഷനായിട്ട് നമുക്ക് ഔട്ട്പുട്ട് വേണം നമ്മുടെ ന്യൂസ് ലെറ്ററിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഏജൻറ്റിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടോപ്പിക്ക് അതുപോലെ തന്നെ നമ്മുടെ റീസെർച്ച് ഡാറ്റ, ഇത് ടേബിളിൽ നിന്ന് വന്ന റീസെർച്ച് ഡാറ്റയാണ്. ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ടാബിളിൽ നമ്മൾ ടോപ്പിക്കായിട്ട് എന്താണോ കൊടുത്തത് അതാണ്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നമ്മൾ അത് ഒരു ന്യൂസ് ലെറ്റർ സെക്ഷൻ ഫോമാറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇങ്ങനെ റീപർപ്പസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കോണ്ടൻറ്റിൻ്റെ ക്രെഡിബിലിറ്റി കൂടും. അതേപോലെ തന്നെ അത് കുറച്ചും കൂടി കൺസിസ്റ്റൻ്റ് ആയിരിക്കും. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് കുറച്ചും കൂടി കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ആ ഒരു ടോണും കാര്യങ്ങളും കറക്റ്റ് മെൻഷൻ ചെയ്യാനും പറ്റും. പക്ഷേ ഇത് ആ ഒരു ബേസിക് ജനറൽ പ്രോംപ്റ്റ് ആയിട്ട് ഒരു
ജനറൽ സിസ്റ്റം മെസ്സേജ് ആയിട്ട് കൊടുത്തെന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു 3 ഔട്ട്പുട്ട്സ് അവൈലബിൾ ആയിരിക്കും. അതായത് നമ്മുടെ ഒരു ടോപ്പിക് 1, ടോപ്പിക് 2, ടോപ്പിക് 3 അങ്ങനെ 3 ഔട്ട്പുട്ട്സ് ആയിട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ നോക്കിയാൽ കാണാം. എന്നിട്ട് ഈ ഒരു 3 ഔട്ട്പുട്ട്സ് നമുക്കിനി പ്രോസസ്സ് ചെയ്തിട്ട് വേണം നമ്മുടെ മെയിലിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 3 ഔട്ട്പുട്ട്സ് നമ്മൾ ഈ ഒരു ഏജൻറ്റിന് കൊടുത്താൽ 3 ഡിഫറെൻറ്റ് ഔട്ട്പുട്ട് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് 3 മെയിലായിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളിവിടെ ഒരു ആഗ്രിഗേറ്റ് നോഡ് കൊടുത്തുള്ളത്. അപ്പോൾ ഈ ഒരു നോഡും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡാറ്റ മോഡിഫയറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒറ്റ ഐറ്റം 3 ഐറ്റംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ്. അതായത് ഈ 3 ഐറ്റംസ് നമ്മൾ ഒരു ഒറ്റ ഐറ്റമായിട്ട് കമ്പൈൻ ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏജൻറ്റിന് ഒറ്റയടിക്ക് പ്രോസസ്സ് ചെയ്യാനും അത് ഒരൊറ്റ മെയിലായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ആഗ്രിഗേഷൻ നോഡിൽ നമ്മൾക്ക് ഒറ്റ ഔട്ട്പുട്ട് വന്നതിന് ശേഷം നമ്മളൊരു എഡിറ്റർ ഏജൻറ്റിലേക്ക് നമ്മുടെ ആ ഒരു മൊത്തം ഡാറ്റ ഒന്നായിട്ട് പുഷ് ചെയ്യുകയാണ്. അപ്പോൾ ഫൈനലായിട്ട് നമ്മുടെ ഒരു എഡിറ്റർ ഏജൻറ്റും കൂടെ എന്താണെന്നൊന്ന് ഡിഫൈൻ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രോംപ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ടൈറ്റിൽ, അതായത് നമ്മുടെ ആ ഒരു പ്ലാനിങ് ഏജൻറ്റ് ഫസ്റ്റത്തെ ആ ഒരു ഏജൻറ്റ് ഉണ്ടല്ലോ, അവിടെ നിന്നുള്ള ടൈറ്റിൽ നമ്മൾ ഇങ്ങോട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആഗ്രിഗേറ്റ് നോഡിൽ നിന്ന് വന്ന ഔട്ട്പുട്ട്സ്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഫംഗ്ഷനാലിറ്റിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഡോട്ട് ജോയിൻ /n/n/n എന്ന് പറഞ്ഞാൽ ലൈൻ ബ്രേക്ക് ആണ്. അപ്പോൾ ഇതേപോലെ ഒരു ലൈൻ ബ്രേക്ക് വരും, ഒരു സ്പേസ് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡോട്ട് ജോയിൻ എന്ന് കൊടുക്കാൻ കാരണം നമ്മുടെ ഈ ഒരു ഔട്ട്പുട്ട്സ് ഇവിടെ ഒറ്റൊരു അറയായിട്ട് വരുമ്പോൾ സ്പേസോ ഒന്നുമില്ലാതെ ഒരു വലിയൊരു ടെക്സ്റ്റായിട്ട് ഒരു വൃത്തികേടായിട്ടാണ് കിടക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു /n എന്ന് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ലൈൻ ബ്രേക്ക്. അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഔട്ട്പുട്ട് ഇത്രയും വലിയ ഡാറ്റ ആണ്. ഇതിങ്ങനെ അങ്ങ് മെയിലിൽ സെൻഡ് ചെയ്താൽ കാണാൻ അത്ര വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇതൊരു HTML ഫോർമാറ്റായിട്ട് റീഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം പ്രോംപ്റ്റ്. അപ്പോൾ ഈ ഒരു HTML ഫോർമാറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മെയിൽ സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 ടൈപ്സ് അവൈലബിൾ ആണ്. ഒന്നെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റ് അല്ലെങ്കിൽ HTML. ഈ HTML ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഉള്ള എന്താ പറയുക മെച്ചം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഏത് കളറിലാണ് വരേണ്ടത്, ഏത് ഹെഡിങ് ആണ്. ഞാൻ നേരത്തെ അയച്ച ആ ഒരു മെസ്സേജ് കണ്ടാൽ മനസ്സിലാകും. നമുക്ക് ഇങ്ങനെ കറക്റ്റ് ഹെഡിങ്, ടെക്സ്റ്റ് അതിങ്ങനെ സെപ്പറേഷൻ ആയിട്ട്, അതേപോലെ സോഴ്സസ് ഇവിടെ ഒരു ലിസ്റ്റായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു ഏജൻറ്റ് വെച്ചിട്ട് ഈ ഒരു HTML ഫോർമാറ്റിംഗ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ഏജൻറ്റിൻ്റെ ഫങ്ഷനാലിറ്റി, എഡിറ്റർ ഏജൻറ്റ്. അതായത് നമ്മുടെ ആ ഒരു മൊത്തം ഔട്ട്പുട്ട് HTML റെഡിയാക്കുക, അതായത് ഇമെയിൽ റെഡിയാക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ല ഒരു വൃത്തിയുള്ള മെയിൽ സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പറയാൻ വിട്ടുപോയ 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഞാനിവിടെ 2 ഈ പ്ലാനിങ് ഏജൻറ്റും അതേപോലെ തന്നെ എഡിറ്റർ ഏജൻറ്റിനും ഒരു ഔട്ട്പുട്ട് പാസർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഔട്ട്പുട്ട് ഏത് രീതിയിലാണ് വരേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിവിടെ നമ്മുടെ ഈ ഒരു ഏജൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു റിക്വയർ സ്പെസിഫിക് ഔട്ട്പുട്ട് ഫോർമാറ്റ് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഇവരുടെ ഔട്ട്പുട്ട് ഈ ഒരു സ്കീമയിലായിരിക്കും വരിക. അതുപോലെ തന്നെ നമ്മുടെ ഒരു എഡിറ്റർ ഏജൻറ്റിലും അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഔട്ട്പുട്ട് വരേണ്ടത് സബ്ജക്റ്റ്, കോണ്ടൻറ്റ് അങ്ങനത്തെ 2 ഫോർമാറ്റിലാണ്. അപ്പോൾ നമ്മളത് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റ് എന്താണ്, കോണ്ടൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മെയിൽ നോഡ് ലാസ്റ്റത്തെ നോഡാണ്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ഒരു Gmail കണക്ട് ചെയ്യുക, റിസോഴ്സ് മെയിൽ ഓപ്പറേഷൻ സെൻ. എന്നിട്ട് നമ്മുടെ ആ ഒരു മെയിൽ ID എന്താണെന്ന് ഞാൻ എൻ്റെ മെയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സബ്ജക്റ്റ് ഇവിടുന്ന് മാപ്പ് ചെയ്തു, അതുപോലെ തന്നെ മെസ്സേജ് ഇവിടുത്തെ കോണ്ടൻറ്റ് മാപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇമെയിൽ ടൈപ്പ് HTML ആക്കണം. എന്നാലേ നമ്മുടെ ഈ ഒരു HTML ഫോർമാറ്റിംഗ് കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു HTML ഫോർമാറ്റിംഗ്സ് ഈ /p/n/h1 എല്ലാം എന്താ പറയുക അതേപോലെ ടെക്സ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ഈ ഒരു HTML
ഫോർമാറ്റിംഗ് ഇവിടെ സെലക്ട് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യാൻ. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടുത്തെ ഈ ഒരു ചാറ്റ് മോഡൽസ് നമ്മുടെ സാധാ ഉപയോഗിക്കുന്ന പോലെ ജെമിനി അല്ല ഉപയോഗിച്ചിട്ടുള്ളത്, ഓപ്പൺ എ ആണ്. കാരണം ഓപ്പൺ എ 5 മിനി, അതുപോലെ തന്നെ ഓപ്പൺ എ GPT-5 ഈ രണ്ടുമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഈ ഒരു കോപ്പി റൈറ്റിങ്ങിൽ, ഈ ഒരു HTML ഫോർമാറ്റിങ്ങിലും കോപ്പി റൈറ്റിങ്ങിലും ഇവരാണ് കുറച്ചും കൂടിയും ബെറ്റർ. അതുകൊണ്ടാണ് നമുക്ക് ഓരോ മോഡൽസിനും ഓരോ പവേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പൺ എ GPT-5 ആണ് ഈ ഒരു ഫങ്ഷനാലിറ്റിക്ക് കുറച്ചും കൂടി ബെസ്റ്റ്. ജെമിനി ഉപയോഗിച്ചാലും ഇതേപോലത്തെ ഏകദേശം റിസൾട്ട്സ് തന്നെ കിട്ടും. പക്ഷേ ചിലപ്പോൾ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു കറക്റ്റായിട്ടുള്ള ഫോർമാറ്റ് ചിലപ്പോൾ ഫോളോ ചെയ്തെന്ന് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഓപ്പൺ എയുടെ ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്പൺ എ മോഡലിൽ മാത്രം ഞാനിവിടെ ടൈം ഔട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ടൈം ഔട്ട് എന്ന് വെച്ചാൽ ഇത് എത്ര മില്ലി സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നമുക്ക് റിസൾട്ട്സ് കിട്ടിയില്ലെങ്കിൽ ഇത് ടൈം ഔട്ട് ആവണം എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്യാൻ കാരണം, ഞാനിവിടെ എക്സിക്യൂഷൻസ് മുന്നേ റൺ ചെയ്തപ്പോൾ ഒരുപാട് എറേഴ്സ് ആയിരുന്നു. അതായത് ഈ ഒരു നോഡ് റൺ ചെയ്യുമ്പോൾ എപ്പോഴും എറർ ആയിരുന്നു. കാരണം ഇത് എത്ര റൺ ചെയ്തിട്ടും 1 മിനിറ്റ് 2 മിനിറ്റ് എടുത്ത് റൺ ചെയ്തിട്ടും നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ടൈം ഔട്ട് ആയിട്ട് അവിടുത്തെ എക്സിക്യൂഷൻ കട്ടായി പോകും. അപ്പോൾ അത് കട്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം ഔട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് സാധാരണ ഇവിടെ ഒരു 60,000 അങ്ങനെ ഉണ്ടാവില്ല. ഞാനിവിടെ ഒരു 1 lakh കൊടുത്തിട്ടുണ്ട്, 100,000 കൊടുത്തിട്ടുണ്ട്. മില്ലി സെക്കൻഡ്സിലാണ് ആ ഒരു യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ നമ്മൾ ടൈം ഔട്ട് ആവില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡലും കൂടി സെറ്റ് ചെയ്താൽ നമ്മുടെ ഒരു വർക്ക് ഫ്ലോ കംപ്ലീറ്റ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ന്യൂസ് ലെറ്റർ ഏജൻറ്റിൻ്റെ വർക്ക് ഫ്ലോ. ഇതിൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കുറച്ച് ആൾട്ടറേഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാനിവിടെ മാനുവലി എക്സിക്യൂഷനാണ്. ഇത് നമുക്ക് മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോം സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഈ ഒരു ഇനീഷ്യൽ റീസേർച്ചിൻ്റെ ക്വയറി ഇവിടെ ഒരു വേരിയബിളായിട്ട് ഫോമിൽ നിന്നും കളക്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഡെയിലി ഈ മെയിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഷെഡ്യൂൾ നോഡ് സെറ്റ് ചെയ്തിട്ട് ഇതിവിടെ കണക്ട് ചെയ്താൽ നമുക്ക് ഡെയിലി മെയിൽ വരും. അതായത് ട്രിഗർ ഇൻ്റർവെല്ലിൽ എത്ര എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഡെയിലി, വീക്ക്ലി, നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്ക് വീക്ക്ലി കൊടുക്കാം. അപ്പോൾ ഫിക്സ് ബിറ്റ്വീൻ ട്രിഗർ 1 എല്ലാ മൺഡേ നമുക്ക് ഈ ഒരു ട്രിഗർ ഓൺ ആവും. അതായത് ഈ ഒരു വർക്ക് ഫ്ലോ ഓൺ ആവും. ഒരു മിഡ് നൈറ്റിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ട്രിഗർ അറ്റ് മിനിറ്റ് 0 ഓക്കെ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഇനി സേവ് ചെയ്തിട്ട് ആക്റ്റീവ് ആക്കിയാൽ എന്താ സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ, ഈ ഒരു വർക്ക് ഫ്ലോ എല്ലാ മിഡ് നൈറ്റിലും വീക്ക്ലി മൺഡേ ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വയറി വെച്ചിട്ട് നമുക്ക് ആ ഒരു വീക്കിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് ഇങ്ങനെ വർക്ക് ഫ്ലോ ഓട്ടോമാറ്റിക്കായിട്ട് പോയിട്ട് നമ്മുടെ മെയിലിൽ ഇതുപോലത്തെ ഒരു സമ്മറൈസേഷൻ വരും. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ പേഴ്സണൽ മെയിലിലേക്കാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു ന്യൂസ് ലെറ്റർ സബ്സ്ക്രിപ്ഷൻ അങ്ങനത്തെ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ ന്യൂസ് ലെറ്റർ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അവരുടെ ഒരു ഗൂഗിൾ ഷീറ്റ് ഇവിടെ കൊടുത്തിട്ട്, ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ഗെറ്റ് റോസ് ഇവിടെ നിന്നിട്ട് നമുക്ക് മാപ്പ് ചെയ്തിട്ട് അവരുടെ ഇമെയിൽ എന്താണെന്നുള്ളത് ഷീറ്റിൽ അവൈലബിൾ ആയിരിക്കുമല്ലോ, അത് നമ്മൾ മാപ്പ് ചെയ്തിട്ട് ഇവിടെ ഡൈനാമിക്കായിട്ട് ഒരു എക്സ്പ്രഷനായിട്ട് ആ ഒരു ഇത് കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ ഒരു ലൂപ്പ് നോഡ് സെറ്റ് ചെയ്താൽ നമുക്ക് അങ്ങനെ ലൂപ്പായിട്ട് ഓരോരുത്തർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അതൊന്നും കാണിക്കണില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ മെയിലിലേക്ക് പേഴ്സണലായിട്ടുള്ള യൂസിന് ഉപയോഗിക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പോസിബിലിറ്റീസ് എൻഡ്ലെസ് ആണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു വർക്ക് ഫ്ലോ നമുക്ക് ഒരുപാട് ഉപകാരമായിരിക്കും. കാരണം നമുക്ക് എപ്പോഴും ഡെയിലി ഒരു സമ്മറൈസേഷൻ വരിക എന്നുള്ളത്, അത് ഓട്ടോമാറ്റിക്കായിട്ട് റിലയബിൾ ആയിട്ടുള്ള ഒരു സമ്മറൈസേഷൻ വരിക എന്നുള്ളത് നമ്മുടെ ബിസിനസ്സിനാണെങ്കിലും സ്റ്റഡീസിനാണെങ്കിലും ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വർക്ക് ഫ്ലോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സാധാ ട്രിഗറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മൊത്തം ഒന്ന് അൺപിൻ ചെയ്യാം മാനുവലായിട്ട്. ഓക്കെ, അൺപിൻ ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് ഒരു പ്രാവശ്യം കൂടെ റൺ ചെയ്ത് നോക്കാം വേറൊരു ടോപ്പിക്കിൽ.
അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ടോപ്പിക്ക് ഹെൽത്ത് ആയിരുന്നു, AI ഓട്ടോമേഷൻ ഇൻ ഹെൽത്ത് ആയിരുന്നു. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ N8N ഓട്ടോമേഷൻ N8N ഓട്ടോമേഷൻ എന്ന ടോപ്പിക്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഏജൻറ്റ് വർക്ക് ആവാൻ അത്യാവശ്യം ഈ ഒരു വർക്ക് ഫ്ലോ കംപ്ലീറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒരു വർക്ക് ഫ്ലോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പിന്നെയും എററായി. അതായത് നമ്മുടെ ഒരു എഡിറ്റർ ഏജൻറ്റ് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ അത്രയും കോണ്ടെക്സ്റ്റ് കൊടുത്തിട്ടും എന്താ പറയുക, കോണ്ടെക്സ്റ്റ് അല്ല, ടൈം കൊടുത്തിട്ടും അത് റണ്ണായില്ല, എററായി, ടൈം ഔട്ടായി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് കൂട്ടിയിട്ട് ഒന്നുകൂടി റീറൺ ചെയ്തു. ഈ ഒരു ഡാറ്റ ഞാൻ പിൻ ചെയ്തു, കാരണം അതിന് പിന്ന് ചെയ്യാതെ റൺ ചെയ്താൽ ഇത് ആദ്യം മുതൽ റൺ ചെയ്ത് തുടങ്ങും. അപ്പോൾ ഈ ഒരു ഡാറ്റ പിൻ ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഏജൻറ്റ് മാത്രം റൺ ചെയ്തു. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് കിട്ടി. എന്നിട്ട് നമുക്ക് മെയിൽ കിട്ടി. അപ്പോൾ മെയിൽ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് നേരത്തെ നമ്മൾ എന്താ പറയുക, ക്വയറി കൊടുത്ത പോലെ തന്നെ ഓട്ടോമേഷൻസ്, അതിനെ പറ്റിയുള്ള സമ്മറൈസേഷൻ, എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിൻ്റെ സോഴ്സുകൾ, അതേപോലെ തന്നെ 2 യൂട്യൂബ് വീഡിയോസ് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ന്യൂസ് ലെറ്റർ ഏജൻറ്റിൻ്റെ പവർ. അതായത് നമ്മൾ എന്ത് ക്വയറി ആണോ കൊടുക്കണേ അതിനനുസരിച്ച് നമ്മുടെ ഏജൻസ് നമുക്ക് കറക്റ്റായിട്ടൊരു ഫോർമാറ്റിങ്ങിൽ സെറ്റ് ചെയ്തിട്ട് ഒരു ന്യൂസ് ലെറ്റർ മെയിൽ നമ്മുടെ മെയിലിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബേഴ്സിൻ്റെ മെയിലിലോട്ടോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ചും കൂടി എക്സ്പാൻഡഡ് ആയിട്ടുള്ള മെയിൽ വരും ദിവസങ്ങളിൽ പഠിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതേപോലത്തെ N8N വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.